ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ പി ജെ വിൻസെന്റ്, വെനസ്വേലയ്ക്ക് നേരെ US അക്രമം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ബന്ദികളാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഒക്കെ തന്നെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ എപ്പോഴും പറയുന്നൊരു കാര്യം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിലൊക്കെ തന്നെയും തങ്ങളാണ് അവിടുത്തെ ഒരു യുദ്ധ സമാനമായ സാഹചര്യമൊക്കെ മാറ്റിയത്, അല്ലെങ്കിൽ അതിൽ ഇടപെടൽ നടത്തിയത് തങ്ങളാണെന്ന് എപ്പോഴും എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്ന ഒരു ട്രംപ്, അതേപോലെ തന്നെ മറ്റുള്ള യുദ്ധങ്ങളിലൊക്കെ തന്നെ തങ്ങളാണ് പലപ്പോഴും അവിടെ ഒരു സമവായം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അവിടെ സമാധാനത്തിനൊക്കെ തന്നെയും തങ്ങളായിരുന്നു പ്രവർത്തിച്ചത് മുതലായ കാര്യങ്ങൾ പറയുന്ന US ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും US ഈ ഒരു സമീപനത്തോട് പ്രതികരിക്കുക? മറ്റു രാജ്യങ്ങളൊന്നും കാര്യമായ ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യതയില്ല. അത് അമേരിക്കയുടെ അധിനിവേശം, അതായത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക നടത്തിയുള്ള അതിക്രമത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ ആഗോള ക്രമത്തിൽ അമേരിക്കയുടെ നീക്കത്തിനെതിരായിട്ട് ശക്തമായ ശബ്ദം ഉയർന്നു വരാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലില് ചൈനയും റഷ്യയും ഒരുപക്ഷെ അമേരിക്കയുടെ നടപടിക്കെതിരായിട്ട് വോട്ട് ചെയ്തേക്കാം. ഇതിനപ്പുറത്തേക്ക് ആഗോള രംഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതിഷേധമൊന്നും ഉണ്ടായി വരാൻ സാധ്യതയില്ല. മാത്രവുമല്ല, നിക്കോളാസ് മദുറോയുടെ ഗവൺമെന്റിനെതിരായിട്ട് ആഗോള അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഒരു അക്രമത്തിലേക്ക് തിരിഞ്ഞത്. മരിയ കൊറീന മച്ചാഡോ, അവര് സാമൂഹ്യ പ്രവർത്തകയാണ്. 2010 മുതൽ 2014 വരെ വെനസ്വേലിയൻ പാർലമെന്റ് അംഗമായിരുന്നു. അവരാണ് ഇപ്പം വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ്. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവർക്ക് കൊടുത്തതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള അമേരിക്കൻ നടപടി കടന്നു വരുന്നു എന്നുള്ളത്. 2020 തന്നെ ട്രംപിന്റെ ആദ്യ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ $15 മില്യൺ മദുറോയുടെ തലയ്ക്ക് അമേരിക്കൻ ട്രഷറി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് പിന്നീട് ജോ ബൈഡന്റെ കാലത്ത് $25 മില്യൺ വർദ്ധിപ്പിക്കുകയും ട്രംപിന്റെ രണ്ടാം ടൈം ആരംഭിച്ചതോടുകൂടി അത് $50 മില്യൺ മാറുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒസാമ ബിൻ ലാദന് പോലും $25 മില്യൺ മാത്രമാണ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയിട്ടിരുന്നത്. അതിന്റെ ഇരട്ടിയിലധികം നിക്കോളാസ് മഡുറോ എന്ന വെനസ്വേലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ തലയ്ക്ക് വിലയിട്ടു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക നീക്കം, അദ്ദേഹത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ സാഹചര്യ സൃഷ്ടിയും അമേരിക്ക നടത്തിയിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കഴിഞ്ഞ 2025 ആഗസ്റ്റോട് കൂടി തെക്കൻ കരീബിയൻ മേഖലയിൽ അമേരിക്ക സൈനിക സന്നാഹങ്ങൾ ഒരുക്കി തുടങ്ങിയിരുന്നു. അവരുടെ വരേണ്യ നാവിക ദളം അവിടെ വിന്യസിക്കുകയും ആ മേഖലയിലുള്ള ഷിപ്മെന്റിനെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ നവംബറോട് കൂടി വെനസ്വേലയ്ക്ക് ചുറ്റും അമേരിക്കയുടെ നാവികസേന ഉപരോധ സമാനമായ രീതിയിൽ നിലയുറപ്പിച്ചു. കഴിഞ്ഞ ഡിസംബറിന് ശേഷം അവിടെ നിന്നുള്ള എണ്ണ ടാങ്കറുകൾ പുറത്തേക്ക് പോകുന്നത് സമ്പൂർണ്ണമായി നിരോധിച്ചു. ഈ രൂപത്തിൽ ഏറെക്കുറെ വെനസ്വേലയെ സമ്പൂർണ്ണമായി ചുറ്റി വളയുന്ന രീതിയിലുള്ള സൈനിക നീക്കം, നാവിക വ്യോമസേനയുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള നീക്കം, അമേരിക്കയിലെ ഡെൽറ്റ ഫോഴ്സസ് എന്ന് പറയുന്ന വരേണ്യ നാവിക ദളത്തെ വിന്യസിക്കുന്നതിലൂടെ സമ്പൂർണ്ണമായിട്ട് വെനസ്വേലയെ ചുറ്റി വളഞ്ഞിരുന്നു അമേരിക്ക എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെയൊക്കെ തുടർച്ചയിലാണ് ഇപ്പോൾ കാരക്കാസ് അടക്കമുള്ള തലസ്ഥാനം അടക്കമുള്ള നഗരങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തുന്നു. അതിനിടയിൽ മദുറോയിനെ അറസ്റ്റ് ചെയ്തതെയും ഭാര്യയെയും കടത്തിക്കൊണ്ടുപോയിരുന്നു. അവര് ബോത്ത് ആർ ക്യാപ്ചേർഡ് എന്നാണ് ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ട്രംപ് കുറിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ട്രംപിനെ പോലെ തന്നെ ഈക്വൽ സ്റ്റാറ്റസിലുള്ള മറ്റൊരു രാജ്യത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് മഡുറോ. അത്തരത്തിലുള്ള ഒരാളെയാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ ഭാര്യയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ദേ ആർ ഫ്ലോൺ ഔട്ട് ഓഫ് ദി കൺട്രി എന്നും അദ്ദേഹം കുറിക്കുന്നു. അപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അഭിനന്ദിച്ച് അവിടെ കടന്നു കയറി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഭാര്യയെയും ക്യാപ്ചർ ചെയ്ത് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് ആഗോള മര്യാദയുടെ സമ്പൂർണമായ നിരാസവും ലംഘനവുമാണ്. ഇത് അമേരിക്ക ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ലാറ്റിൻ അമേരിക്കയുടെ അധീശത്വത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന നിലയുറപ്പിച്ചിരുന്ന രാജ്യം ക്യൂബയാണ്. ആ ക്യൂബയ്ക്ക് ശേഷം ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിൽ വെനസ്വേല ജനാധിപത്യ സോഷ്യലിസത്തിന്റെ പുതിയൊരു മാർഗം തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അതിലെ ക്യൂബയെ ഇപ്പോൾ പൂർണ്ണമായി അമേരിക്ക തന്റെ കൈപ്പിടിയിലാക്കിയിരിക്കുന്നു എന്ന ചിത്രമാണ് അവിടെ ലഭിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയിട്ടുള്ള കുറ്റം നാർക്കോ ടെററിസമാണ്.
അദ്ദേഹം ഒരു നാർക്കോ ടെററിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കാർട്ടൽ ഓഫ് ദി സൺസ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കാർട്ടലുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. മെക്സിക്കോയിലെ സിനാലോവ എന്ന കാർട്ടലുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടെൻ ഡി അരാഗ്വേ എന്ന US ഡിസൈനേഴ്സ് ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ നാർക്കോ ടെററിസ്റ്റ് ആണ് നിക്കോളാസ് മഡുറോ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള പ്രകടനം അവർ നടത്തിയിരിക്കുന്നു. ഇതിന് കൂടെ 250 ലക്ഷം കൊക്കൈൻ വാർഷികമായി ഓരോ വർഷം തോറും 250 ടൺ കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ട് ഈ കാർട്ടലുകൾ. ഇപ്പോൾ ഈ കടത്തിന് നേതൃത്വം നൽകുന്നത് ഈ നിക്കോളാസ് മഡുറോ ആണെന്നാണ് അമേരിക്കയുടെ ആരോപണം. അപ്പൊ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ തലവനെ നാർക്കോ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിനെതിരെ സൈനിക നീക്കം നടത്തിയിരിക്കുന്നു. മാത്രമല്ല വെനസ്വേലിയൻ സർക്കാരിനെ തന്നെ ഒരു വിദേശ ഭീകര സംഘടനയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും അദ്ദേഹത്തിന്റെ 14 ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഫാർക്ക് എന്ന് പറയുന്ന സംഘടന, അതൊരു ഒരു പോരാട്ട സംഘടനയാണ്, കൊളംബിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇവരെല്ലാം ഭീകരത, നാർക്കോ ടെററിസം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായി കണക്കാക്കിക്കൊണ്ട് ഇവർക്കെതിരായിട്ട് അമേരിക്ക ഒരു നീക്കം നടത്തിയിരിക്കുന്നു എന്ന വ്യാജേനയാണ് ഇപ്പോൾ വെനിസ്വേലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ആഗോളക്രമത്തിൽ ശക്തനാണ് ശരി, മൈറ്റ് ഈസ് റൈറ്റ് എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് അമേരിക്ക അതിന്റെ സാമ്രാജ്യത്വ അധീശത്വ തന്ത്രം ഒരിക്കൽ കൂടി പ്രയോഗിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സമ്പൂർണ്ണ നശീകരണ ശേഷിയുള്ള ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് പ്രചരണം നടത്തിയിട്ടാണ് സദ്ദാം ഹുസൈനെതിരെ സൈനിക നടപടി നടത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നോക്ക് വിചാരണ നടത്തി കൊലപ്പെടുത്തുകയും ചെയ്തത്. സമാനമായ രൂപത്തിൽ നാർക്കോ ടെററിസ്റ്റ് എന്ന ഒരു ആരോപണം നിക്കോളാസ് മഡുറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ കസ്റ്റഡിയിലാണുള്ളത്. വിചാരണ നടത്തിയാൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളുടെ പേരിൽ മാത്രം 20 വർഷത്തിലധികം അദ്ദേഹത്തിന് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇനിയുള്ള ജീവിതകാലം മുഴുവനും അമേരിക്കൻ ജയിലുകളിൽ കഴിയാനായിരിക്കും സാധ്യത. ഈ വിധത്തിൽ ആഗോള രംഗത്ത് അമേരിക്ക അതിന്റെ എല്ലാ മാന്യതയും മര്യാദയും കാറ്റിൽ പറത്തിക്കൊണ്ട് സൈനികമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് 2026 തുടക്കത്തിൽ തന്നെ അശുഭകരമായ ഒരു സൂചനയുടെ അന്താരാഷ്ട്ര രംഗം നൽകുന്ന സൂചന. ഇനിയും വെനിസ്വേലയുടെ ഒരു ഭാവി അതെങ്ങനെയായിരിക്കും, എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കുക? വെനിസ്വേലയിൽ തീർച്ചയായിട്ടും ഒരു അമേരിക്കൻ പാവ സർക്കാരിനെ അധികാരത്തിലെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ലഭിക്കുന്നത് മരിയ കൊറിനോ മച്ചാഡോയ്ക്കായിരിക്കും. അവരാകട്ടെ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടില്ല. ചില കേസുകളുള്ള കാരണം അവർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ സാധിച്ചിട്ടില്ല. വലിയ ഭൂരിപക്ഷത്തിൽ നിക്കോളാസ് മഡുറോ വിജയിക്കുകയും ചെയ്തു. അവിടുത്തെ പ്രതിപക്ഷത്തിനെ ഇപ്പോൾ നയിക്കുന്നത് മച്ചാഡോ ആണ്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടി വലിയ ഗ്ലാമറിൽ എത്തുന്ന താരമാണ്. മാത്രമല്ല 100% അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് മരിയ കൊറിനോ മച്ചാഡോ. അപ്പോൾ ഈ ഹ്യൂഗോ ഷാവേസിനും അല്ലെങ്കിൽ അതിനുശേഷം വന്ന നിക്കോളാസ് മഡുറോയോടും അമേരിക്കയ്ക്കുള്ള വിയോജിപ്പ് അവിടുത്തെ എണ്ണപ്പാടങ്ങളെ ദേശസാൽക്കരിച്ചു എന്നുള്ളതാണ്. എണ്ണ സമ്പന്നമായ വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ അമേരിക്കൻ കോർപ്പറേറ്റുകളാണ് നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ അവിടുത്തെ വലിയ തോട്ടങ്ങൾ, ഈ തോട്ടങ്ങളുടെ ഒക്കെ നിയന്ത്രണം അമേരിക്കക്കാരായിരുന്നു. ഈ തോട്ടങ്ങൾ ദേശസാൽക്കരിച്ച് ഗവൺമെന്റ് നിയന്ത്രണത്തിലാക്കി, എണ്ണപ്പാടങ്ങൾ ഗവൺമെന്റ് നിയന്ത്രണത്തിലാക്കി. ഈ എണ്ണയിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാധാരണക്കാരന്റെ തീന്മേശയിൽ എത്തിക്കും എന്നതായിരുന്നു ഹ്യൂഗോ ഷാവേസിന്റെ സ്ലോഗൻ. ഇതൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്നയാളാണ് മരിയ കൊറിനോ മച്ചാഡോ. അവർ പറഞ്ഞത് അമേരിക്കയിലെ ഈ വെനിസ്വേലയിലെ എണ്ണ കമ്പനികളൊക്കെ, എണ്ണ ഖനന മേഖലയൊക്കെ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കണം, അവിടുത്തെ തോട്ടം മേഖല കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കണം, വൻകിട കൃഷി അത് സ്വകാര്യ സംരംഭകരെ ഏൽപ്പിക്കണം എന്നെല്ലാം നേരിട്ട് വാദിക്കുന്നയാളാണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല്
അമേരിക്കൻ കോർപ്പറേറ്റുകളിൽ നിന്ന് പിടിച്ചെടുത്ത എണ്ണക്കിണറുകളും എണ്ണ ശുദ്ധീകരണശാലകളും അതുപോലെ വൻകിട കാർഷിക തോട്ടങ്ങളും ഒക്കെ തിരിച്ച് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തനിക്ക് ഒരു മടിയുമില്ല, അതാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അമേരിക്കയോട് അടുത്തു നിൽക്കുകയും ചെയ്യുന്ന നേതാവാണ് മരിയ കുരീന മച്ചാഡോ. തീർച്ചയായിട്ടും അമേരിക്ക അവിടെ ഒരു പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വന്നാൽ ഇന്നത്തെ നിലയ്ക്ക് അമേരിക്കയുടെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ് അമേരിക്ക പിന്തുണയ്ക്കുന്നത് മരിയ കുരീന മച്ചാഡോ ആയിരിക്കും, വെനസ്വേലൻ പ്രതിപക്ഷ നേതാവിനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നന്ദിയുണ്ട് ഡോക്ടർ പി ജെ വിൻസൻ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.